ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലാൻ കിങ്ഡം ചാപ്റ്ററിലെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സാധനമുണ്ട്. എന്താണെന്നറിയാമോ? എക്സാമ്പിൾസ് ഓഫ് ആൽഗെ. ടോട്ടൽ ഒരു 14 ആൽഗേന്റെ പേര് അവിടെ തന്നിട്ട് ഈ സാധനങ്ങളെല്ലാം പഠിച്ചു വയ്ക്കണം. അത് ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ ആൻഡ് നമ്മുടെ റൊഡോഫൈസിയെ, ഇത്രയും കാര്യങ്ങൾ കിടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ടെക്നിക്കായിട്ടാണ് വന്നേക്കുന്നത്. അതും നല്ല അടിപൊളി ടെക്നിക്കാണ്, സിനിമ റിലേറ്റഡ് ഉള്ള ടെക്നിക്കാണ്. അപ്പോൾ റെഡി അല്ലേ? ആദ്യം നമുക്ക് നോക്കാം ക്ലോറോഫൈസിയെ. ഈ ക്ലോറോഫൈസിയും നമ്മുടെ കുഞ്ചാക്കോ ബോബനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താണ് ബന്ധം എന്നുള്ള കാര്യം അല്ലേ? ഇവിടെ കുഞ്ചാക്കോ ബോബന്റെ ഒരു ചിത്രം കൊടുത്തേക്കുന്നുണ്ടോ? ഒരു പച്ച കളർ കാറിൽ കുഞ്ചാക്കോൻ ഇങ്ങനെ നല്ലതായിട്ട് ചിരിച്ചൊരു ചോക്ലേറ്റ് ബോയ് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ക്ലോറോഫൈസിയെ ആൽഗേനെ നമ്മൾ ഈ പറഞ്ഞ അതിന്റെ എക്സാമ്പിൾസിനെ കുഞ്ചാക്കോനെ വെച്ചൊന്ന് പഠിച്ചു നോക്കാം എങ്ങനെയാണല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരുന്നോളുക. നമ്മളിവിടെ പറയാനായിട്ട് പോവാണ് ചാക്കോച്ചന്റെ, നമ്മുടെ കുഞ്ചാക്കോവിന്റെ മറ്റൊരു പേരാണല്ലോ ചാക്കോച്ചൻ എന്ന് നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കും അല്ലേ. ചാക്കോച്ചന്റെ SUV കാർ ഗ്രീൻ ആണ്. അതാണ് അതിന്റെ കോഡ്. ചാക്കോച്ചന്റെ SUV കാർ ഗ്രീൻ ആണ്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ആ കോഡ് പഠിക്കുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും. അപ്പൊ ഈ ചാക്കോച്ചൻ എന്നുള്ളൊരു പേരുമായിട്ട് റിലേറ്റഡ് ചെയ്യാണ്ട് നമ്മൾ ഈ ക്ലാമിഡ മൊണാസിനെ അങ്ങ് മാറ്റുകയാണ്. അതായത് നമ്മൾ ഈ ചാക്കോച്ചന്റെ പേര് മാറ്റിയിട്ട് ക്ലാമിഡ മൊണാസ് അങ്ങ് മാറ്റാൻ പോവാണ്. ചാക്കോച്ചനോട് ക്ഷമിച്ചേക്കുമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാമിഡ മൊണാസ് ചാക്കോച്ചൻ എന്നൊറ്റ വാക്ക് ഓർക്കുക. എന്നിട്ട് SUV ഇങ്ങനെ ആലോചിക്കുക. SUV എന്ന് പറഞ്ഞോ, SUV കണ്ടോ? ആ SUV നോക്കിയത് ഇവിടെ കാണാനായിട്ട് വെക്കുന്നത് നോക്കേണ്ടത്. ഇവിടെ ഒരു SUV ഇങ്ങനെ കാണാൻ പറ്റും. ഇതിന്റെ ആദ്യത്തെ ലെറ്റേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പൈറോഗൈറ, യുലോത്രിക്സ്, വോൾവോക്സ്. കണ്ടോ? S for Spirogyra and U for Ulothrix and V for Volvox. മനസ്സിലായോ? അപ്പൊ SUV എന്ന് പറയുമ്പോൾ സ്പൈറോഗൈറയും യുലോത്രിക്സും വോൾവോക്സും ആണ് ഇതിന്റെ ആദ്യത്തെ ലെറ്റേഴ്സ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടി. ഇനി കാർ എന്ന് പറയുമ്പോൾ ക്യാര എന്ന് പറഞ്ഞൊരു ആൽഗയുണ്ട്. ക്യാര, മനസ്സിലായോ? അതിനകത്ത് ഒറ്റ ലെറ്റേഴ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ക്യാര എന്ന് പറയുമ്പോഴത്തേക്കും കാർ എന്ന് പറയുമ്പോഴത്തേക്കും അത് വലിയ വ്യത്യാസമൊന്നും വരുന്ന സാധനമല്ല. അപ്പൊ അങ്ങനെ കിട്ടി. അപ്പൊ ഗ്രീൻ ആണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഗ്രീൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, ഈ ക്ലോറോഫൈസിക്ക് നമ്മൾ പറയുന്ന മറ്റൊരു പേരെന്താണ്? ഗ്രീൻ ആൽഗേ എന്നാണ് നമുക്ക് ഇവർക്ക് വിളിക്കുന്ന മറ്റൊരു പേര്. അപ്പൊ സംഗതി ക്ലിക്കായില്ലേ? ചാക്കോച്ചന്റെ SUV കാർ ഗ്രീൻ ആണെന്ന് പറഞ്ഞൊരു കോഡ് ഓർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഒരു ഓർഡറിൽ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. യെസ്, അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഈ കോഡ് ഓർത്ത് വെക്കുമ്പോഴത്തേക്കും ഇനി അടുത്ത ഫിയോഫൈസിന്റെ കോഡ് വരുമ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുമെന്ന് ആലോചിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഫിലിം സ്റ്റാറുമായിട്ട് നേരെ വന്നേക്കാം. ഫിയോഫൈസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കഥാപാത്രം നമ്മുടെ ദുൽഖർ സൽമാനാണ്. അതായത് നമ്മുടെ DQ ആണ് ഇവിടെ വരുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഈ ദുൽഖർ സൽമാനും ഈ ഫിയോഫൈസി അല്ലെങ്കിൽ ബ്രൗൺ ആൽഗയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഡിക്റ്റിയോട്ട എന്ന് പറഞ്ഞ ആൽഗയ്ക്ക് നമ്മൾ DQ എന്ന് പേര് കൊടുക്കുന്നു. ഡിക്റ്റിയോട്ട എന്ന് പറയുമ്പോഴേക്കും DQ എന്നൊരു പേരും കൊടുത്തുക. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി സിമ്പിൾ ആണ്. DQ ബ്രൗൺ ഷർട്ടിൽ, അതായത് DQ ബ്രൗൺ ഷർട്ടിൽ സെൽഫി എടുക്കുന്നു എന്നോർക്കുക. നമ്മുടെ ദുൽഖർ സൽമാൻ ബ്രൗൺ ഷർട്ട് ഇട്ടുകൊണ്ട് ഒരു സെൽഫി എടുക്കുകയാണ്. ഒന്ന് ആലോചിക്കുക, ഒരു നല്ലൊരു അടിപൊളി, ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു അടിപൊളി ബ്രൗൺ ഷർട്ടൊക്കെ ഇട്ടിട്ട് നമ്മുടെ DQ ഇങ്ങനെ സെൽഫി എടുക്കുന്ന ചിത്രം നമ്മുടെ മനസ്സിൽ നിൽക്കുക. അപ്പൊ നമുക്ക് നോക്കാം, DQ എന്ന് പറയുമ്പോൾ ഡിക്റ്റിയോട്ടാനെ ഓർമ്മ വന്നോണം. ഇനി നമ്മൾ സെൽഫി എന്താണെന്ന് നോക്കാം. ഇവിടെ കണ്ടോ, ആദ്യത്തെ ലെറ്റേഴ്സ് നമ്മൾ ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്കും SELF ഞാൻ ആഡ് ചെയ്താണ് ചുമ്മാ, മനസ്സിലായോ? SELF എന്ന് ഇവിടെ കണ്ടോ. അപ്പൊ S ഫോർ സർഗാസം എന്ന് പറയുന്ന ആൽഗയാണ്, ആൻഡ് E ഫോർ എക്ടോകാർപ്പസ് എന്ന് പറയുന്ന ഒരു ആൽഗയാണ്, ആൻഡ് L ഫോർ ലാമിനാരിയ എന്ന് പറയുന്ന ഒരു ആൽഗയാണ്, ആൻഡ് F ഫോർ ഫ്യൂക്കസ് എന്ന് പറയുന്ന ആൽഗയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇവിടെ എന്താണ് ഈ അവിടെയും ഇവിടെയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? ഏതെങ്കിലും ലെറ്റേഴ്സ് കോമൺ ആയിട്ട് വരുന്നുണ്ടോ? നോക്കി ഇവിടെ നോക്കിയോ, CSUVC ആണ് ഇവിടെ ക്ലോറോഫൈസിൽ വന്നത്. ഇവിടെ DSELF ആണ്. അപ്പൊ അവിടെ ഒറ്റ ലെറ്റർ കോമൺ ആയിട്ട് വന്നു, ഏതാ? S. അപ്പൊ അത് S മാറിപ്പോകൂലേ സാർ? നിങ്ങൾ ആലോചിക്കും, ഒരിക്കലും മാറൂല. അവിടെയും ഇവിടെയും, ഇവിടെ സ്പൈറോഗൈറയാണ്, ഇവിടെ സർഗാസമാണ്, S ഉള്ളതുകൊണ്ട് ഒറ്റ കാര്യം ആലോചിക്കുക. ഈ DQനെ നമ്മൾ കുറച്ചുകൂടെ റെസ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ വിളിക്കുകയാണ്, സർ എന്ന് വിളിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ DQ സാറ് ബ്രൗൺ കളർ ഷർട്ട് ഇട്ടിട്ട് സെൽഫി എടുക്കുന്നു വിചാരിക്കുക. അപ്പൊ DQ സാർ എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിൽ വന്നുള്ളൂ S ഫോർ സർഗാസം ആണ്. സാർ കണ്ടോ, ഇവിടെയും സാർ വരുന്നത് കണ്ടോ. അപ്പൊ സർഗാസം ആണെന്ന് മനസ്സിലാക്കിക്കോളും. അപ്പൊ നോക്കി, 10 ആൽഗേന്റെ പേര് എന്ത് സിമ്പിൾ ആയിട്ടാണ് പഠിച്ചേ. ചാക്കോച്ചന്റെ SUV കാർ ഗ്രീൻ ആണ്, ആൻഡ് അതുപോലെ തന്നെ DQന്റെ കൂടെ ബ്രൗൺ കളർ ഷർട്ട് ഇട്ടിട്ട് സെൽഫി. അപ്പൊ അവിടെ 2 കോഡായില്ലേ, സമ്മതി പിടികിട്ടിയില്ലേ? ഇനി നമ്മൾ നേരെ നോക്കാനായിട്ട് പോകണം.
റൊഡോഫൈസിയെ ഇല്ലെങ്കിൽ നമ്മുടെ റെഡ് ആൽഗെ എന്ന് നമ്മൾ പറയും, റെഡ് ആൽഗെ. അപ്പൊ ഈ റെഡ് ആൽഗയ്ക്ക് നമ്മൾ ഇനി വേറെ സിനിമാ നടന്മാരെ ഒന്നും തേടി പോകേണ്ട കാര്യമില്ല. ആകെ 4 ലെറ്റേഴ്സേ ഉള്ളൂ നമുക്കിവിടെ. പോഡിസിഫോണിയ, പോർഫൈറ, ഗ്രസില്ലേറിയ, ജെലീഡിയം എന്ന് പറയുന്ന 4 പേരുകളേ ഉള്ളൂ. അപ്പൊ നമ്മൾ നേരെ ഒറ്റ കാര്യം എഴുതുക, P²G² എന്നൊരു പേരെടുക്കുക. അപ്പൊ നമ്മുടെ ഭാഗ്യത്തിന് ഈ പറഞ്ഞ ക്ലോറോഫൈസയിലും ഫിയോഫൈസയിലും P കൂട്ടിയോ G കൂട്ടിയോ ആരുമില്ല. P കൂട്ടിയും G കൂട്ടിയും എന്തെങ്കിലും ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആരായിരിക്കും? റോഡോഫൈസിയെ അല്ലെങ്കിൽ റെഡ് ആൽഗെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. പോഡിസിഫോണിയ, പോർഫൈറ, ഗ്രസില്ലേറിയ, ജെലീഡിയ. അപ്പൊ ഇത് എങ്ങനെ വേണം നമുക്ക് മാറ്റാം? G² P² എന്ന് വേണമെങ്കിൽ ആക്കാം, ഇല്ലെങ്കിൽ PP എന്നാക്കാം, ഇല്ലെങ്കിൽ PG എന്നാക്കാം, ഇല്ലെങ്കിൽ GP എന്നാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. മനസ്സിലായോ? അപ്പൊ അത് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുഞ്ചാക്കോ ബോബനും ദുൽഖർ സൽമാനും ആൽഗയും ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ഇഷ്ടം പോലെ കോഡുകൾ നിങ്ങൾക്കുണ്ട്, അതെല്ലാം തരാനായിട്ട് നമ്മളിവിടെ റെഡിയാണ്. അപ്പോൾ ഈ കോഡുകളൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക, അടിപൊളി കോഡാണ് സാറിന് കമന്റ് ചെയ്യുക, ഇല്ലെങ്കിൽ കൊള്ളൂല സാറിന് കമന്റ് ചെയ്യുക. ഇനി ഇതുപോലെ കോഡുകളൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്തോളുക, വീഡിയോ വന്നോളൂ. അപ്പൊ റെഡിയാണല്ലോ, സെറ്റ് അല്ലേ? ബൈ ബൈ.